എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലീന എംജി നാട്ടിക. നമ്മളൊരു യാത്രയെക്കുറിച്ചുള്ള ചില അനുഭവങ്ങളാണ് ഇന്ന് ഇവിടെ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് യാത്രകളുണ്ടായിരിക്കാം. സന്തോഷവും സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞ ഒരുപാട് യാത്രകൾ. യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു മുഖ്യ ഘടകം തന്നെയാണ്. എൻ്റെ ഓർമ്മയിലെ ഒരു മറക്കാൻ പറ്റാത്ത യാത്രയെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പ്രതിപാദിക്കുന്നത്. എൻ്റെ 12ാം വയസ്സിൽ നടത്തിയ ഒരു ഗംഭീര യാത്ര. നടക്കാൻ സാധിക്കാത്ത എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത യാത്ര. പോളിയോ ബാധിച്ച് ഞാൻ എഴുന്നേറ്റ് നടക്കണം എന്ന ആഗ്രഹവും സ്വപ്നവുമായി നടക്കുന്ന അമ്മയുടെ അരികിൽ ഒരു ഫ്രണ്ട് വന്ന് പറഞ്ഞു, മഹാരാഷ്ട്രയിൽ ഇതിനു വേണ്ടി ചികിത്സിക്കുന്ന ഒരു ഡോക്ടറുണ്ട്, ഒന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കുമെന്ന്. അപ്പനെയും ആങ്ങളമാരെയും തനിച്ചാക്കി എങ്ങനെ പോകും? അങ്ങനെ അവസാനം പോകാൻ തന്നെ തീരുമാനിച്ചു. കാരണം മകൾ നടക്കുമെന്ന പ്രതീക്ഷ എല്ലാത്തിനും മുകളിലായിരുന്നു. അവരുടെ ഭക്ഷണ കാര്യങ്ങളായിരുന്നു ഏറ്റവും പ്രധാനം. അപ്പോൾ അതൊക്കെ അമ്മ അടുത്ത് തന്നെയുള്ള അപ്പൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ വല്യമ്മയെ ഏൽപ്പിച്ചു. വല്യമ്മയും അമ്മയെപ്പോലെ തന്നെ സ്നേഹമുള്ള ആളാണ്. അപ്പം അങ്ങനെ ഞാൻ നടന്ന് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ മഹാരാഷ്ട്രയിലേക്ക് പുറപ്പെട്ടു. കൗതുകവും ആകാംക്ഷയും നിറഞ്ഞ ട്രെയിൻ യാത്ര. ട്രെയിനിൽ കയറി അത് പുറപ്പെടുമ്പോൾ മുതൽ എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അത്ഭുതമായിരുന്നു. മരങ്ങളെല്ലാം മൂടുന്ന പോലെ തോന്നുന്നു. എല്ലാം പ്രത്യേകത. 3 ദിവസം ട്രെയിനിലിരിക്കണം. പാലത്തിലൂടെ പോകുമ്പോഴുള്ള സൗണ്ട്, ഗുഹയുടെ ഉള്ളിൽ കൂടി പോകുമ്പോൾ ഒരു ഭീകര ശബ്ദം, എല്ലാം ഉള്ളിലങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. ട്രെയിൻ വളഞ്ഞു പോകുമ്പോൾ ഈ ജനാലിക്കരികിലിരുന്നിട്ട് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു പുഴു പോണ പോലെ ഫ്രണ്ടിലെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത് കണ്ടത് എത്ര അത്ഭുതത്തോടെയാണെന്നോ നോക്കിയിരുന്നിരുന്നത്. എല്ലാത്തിനും ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു അങ്ങോട്ട് പോകുമ്പോൾ. പ്രതീക്ഷയുടെ പടവുകൾ കയറുമ്പോഴുള്ള ഒരു തരം ആഹ്ലാദമില്ലേ, അതായിരുന്നു. അങ്ങനെ കൗതുകം നിറഞ്ഞ യാത്ര 3 ദിവസം കഴിഞ്ഞ് അവിടെ എത്തി, സാംഗ്ലി എന്ന സ്ഥലത്ത്. നാട്ടിൽ പരിചയമുള്ള ഒരു വീട്ടുകാരെ ചികിത്സയ്ക്കായിട്ട് മുന്നേ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അവർ അവിടെ ഒരു ചെറിയ മുറിയൊക്കെ റെഡിയാക്കിയിരുന്നു. അവിടെ എത്തി പിറ്റേ ദിവസം തന്നെ നമ്മൾക്ക് ഈ ചികിത്സ നടത്തുന്ന ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടറെ കണ്ടതും പകുതി ജീവൻ അങ്ങോട്ട് പോയി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് തടിച്ച് മുട്ടത്തലയിൽ മാറ്റിയ ഒരു ആൾ. പോരാത്തതിന് കറുത്ത ബനിയനും കറുത്ത പാൻറ്റുമാണ് ധരിച്ചിരിക്കണേ. അപ്പം നമുക്ക് കണ്ടാൽ തന്നെ പേടിയാവുന്ന ഒരു രൂപമാണ് ആ ഡോക്ടർക്കുള്ളത്. അവിടെ ചെന്ന് എൻ്റെ കാലൊക്കെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു 1 മാസം എക്സസൈസ് ചെയ്യണമെന്ന്. എന്താ പറയുക, അപ്പം നമുക്ക് അതിനെക്കുറിച്ചും ചികിത്സയെ കുറിച്ചിട്ട് ഒന്നും അറിയില്ലല്ലോ. അവിടുത്തെ കാലാവസ്ഥയാണെങ്കിലോ കാലത്ത് ഭയങ്കര തണുപ്പാണ്. തണുത്ത് വിറച്ചിട്ട് നമ്മുടെ കാലൊന്നും ഇങ്ങനെ എനങ്ങ പോലുമില്ല, കൈയും കാലൊന്നും എനങ്ങാത്തൊരവസ്ഥയാണ്. കാലത്ത് മഞ്ഞ് മൂടിയിട്ട് കണ്ണും കാണില്ല റോട്ടിലൊക്കെ പോകുമ്പോൾ. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഉച്ചയ്ക്കാണെങ്കിലോ ഭയങ്കര ചൂട്. ഈ 2 കാലാവസ്ഥയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ പോയ ടൈമിൽ അപ്പോൾ കാലത്ത് അമ്മ ഒരു ചാരുകസേര പോലത്തെ അവിടെ അങ്ങനത്തെ ഒരു വണ്ടിയുണ്ട്. അതിന് 4 ചക്രമാണ്. ആ ചക്രത്തിൽ അപ്പം നമ്മൾ അതിലിരുത്തിയിട്ടാണ് അമ്മ ഈ 2 കിലോമീറ്റർ ഈ മുറിയിൽ നിന്ന് ഉന്തി കൊണ്ടുപോകണം ഈ സ്ഥലത്തേക്ക്. ഈ ഡോക്ടർ ഇരിക്കുന്ന അവിടെ കുറേ ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ അമ്മ കാലത്ത് തള്ളി കൊണ്ടുപോകും. അതേപോലെ തന്നെ ഓരോ അമ്മമാർ കുട്ടികളൊക്കെ ഇങ്ങനെ ഈ ഇതിൽ തന്നെ ഇരുത്തി ഇങ്ങനെ ഉന്തിക്കൊണ്ടുവരും. അവിടെ ചെന്ന് എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് അവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു വലിയ ഡെസ്കിൻ്റെ മുകളിൽ കമത്തി കിടത്തിയിട്ട് നമ്മളിങ്ങനെ കാലിങ്ങനെ ആട്ടണം. അപ്പം നമ്മളെ നമുക്ക് അരക്കി തീരെ തളർന്നു പോയിട്ടുള്ള കാരണം കൊണ്ട് നമുക്കങ്ങനെ സ്വന്തമായിട്ട് കാലാടില്ല. പക്ഷേ ഈ ഡോക്ടർ നമ്മളെ ആ ഡോക്ടർ വരുമ്പോൾ ആട്ടി കണ്ടില്ലെങ്കിൽ നല്ല ചൂരൽ വെച്ചിട്ട് നല്ല അടി വെച്ച് തരും. അപ്പോൾ അതൊക്കെ പേടിച്ചിട്ട് അമ്മ ഇങ്ങനെ കാലിങ്ങനെ ആട്ടിക്കൊണ്ടേയിരിക്കും. ഡോക്ടർ വന്ന് അടിക്കുമല്ലോ. അങ്ങനെ 2 പ്രാവശ്യം നമ്മൾ ചെന്നപ്പോൾ മറ്റുള്ളവരെ അങ്ങനെ അടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് പേടിയായിട്ട് അടിച്ച പിന്നെ അവർക്ക് നമുക്കും വേദന, അമ്മയ്ക്കും വിഷമാവുമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ അവർ
ഈ കാലത്ത് ഈ ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്ന കുറേ പേരുണ്ടായിരിക്കും. അവരൊക്കെ ഡോക്ടർ ഒരു ചൂരലൊക്കെ ആയിട്ട് വരും നോക്കാനായിട്ട്, എല്ലാവരും നിരീക്ഷിക്കാനായിട്ട് വരും. നിരീക്ഷിക്കാനായിട്ട് വന്നിട്ട് ഈ ഡോക്ടർ ഹിന്ദിക്കാരെയൊക്കെ കുറേ പിടിച്ചടിക്കണ കാണാം, സൂചി കൊണ്ട് കുത്തണ കാണാം, ഇങ്ങനെയൊക്കെ ചെയ്യണ കാണാം. 3-4 ചൂരൽ കയ്യിലുണ്ടാവും. അപ്പോൾ അങ്ങനെ എഴുന്നേറ്റ് നടക്കുമെന്നുള്ള പ്രതീക്ഷയിലാണല്ലോ നമ്മൾ ഇവിടെ ചെന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞ് കൊടും ചൂട്ടത്ത് ഉച്ച കഴിഞ്ഞിട്ട് നിലത്ത് കിടന്ന് ഉരുളണം. ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂട്. ആ ചൂട്ടിൽ കിടന്ന് ഉരുളുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ തലയ്ക്കാൻ ഭാഗത്ത് ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ ഉരുളണതിനനുസരിച്ച് അത്രയും അത് തണൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കും. അങ്ങനെ ഒരു ഭീകരമായിട്ട് കുറേ ദിവസങ്ങൾ 2 മാസം കടന്നു പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരാളുടെ കാല് അയാളുടെ വേദന കൊണ്ട് അത് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അഴിച്ചു നോക്കിയപ്പോൾ അയാളുടെ കാല് അതിൽ ചീഞ്ഞ് നാശമായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ നമ്മളിത് എല്ലാവരുടെ കാലും കെട്ടി വയ്ക്കുന്നുണ്ട്, എന്താ സംഗതി എന്നിട്ട് മനസ്സിലാവണില്ല. അങ്ങനെ ഇത് അന്വേഷിച്ചറിഞ്ഞപ്പോൾ ഇങ്ങോട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കാല് ഈ വളഞ്ഞും പൊളഞ്ഞിരിക്കണവരുടെ കാലുണ്ടല്ലോ, ആ കാല് നമുക്ക് കുറച്ച് മദ്യം തരും. പിന്നെ എന്താ തരണേന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് നമ്മളേക്ക് മരുന്നാന്ന് പറഞ്ഞിട്ട് നല്ലോണം തന്നിട്ട് നമ്മൾ മയങ്ങി കിടന്ന് നമ്മളുടെ കാല് തല്ലി ഒടിക്കുന്നുണ്ട്. ഒടിച്ചിട്ടാണ് ഇയാൾ ഇതിൽ കെട്ടിവെക്കണേ. എന്നിട്ട് ഒരു മരുന്നിട്ട് കെട്ടിവെക്കണേ. ആ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ചിലരുടെ നീരും ചിലരുടെ ഇതുപോലെ ഇതാവും. അവിടുത്തെ ഭാഷക്കാരായതുകൊണ്ട് അവരുടെ പരാതിയൊന്നും നമുക്കറിയില്ലല്ലോ. അങ്ങനെ പട്ടിക കഷ്ണമൊക്കെ വെച്ച് ഇത് കെട്ടിവെക്കും. അത് ചിലവരുടെ ഇങ്ങനെ വളവ് നേരെയാവും. അതാണ് ഹിന്ദിക്കാർക്ക് അത് മതി. അപ്പോൾ അവർക്കത് മാറി എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് അത് അങ്ങനെ പരന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു തീരുമാനമായി. അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, അവിടെ നിറച്ച് അവരുടെ ആൾക്കാരുണ്ട്, ഗുണ്ടകളെ പോലെ നിൽക്കുന്നുണ്ട്, പറ്റൂല എന്ന് പറഞ്ഞു. എങ്കിലും അമ്മ അടുത്ത സുഹൃത്തിനോട് പറഞ്ഞിട്ട്, ഒരു ചേട്ടനോട് പറഞ്ഞിട്ട് രാത്രിക്കുള്ള ടിക്കറ്റ് എടുത്ത് എൻ്റെ അമ്മ പാവം എന്നെയും വലിച്ച് രാത്രി നാട്ടിലേക്ക് മടങ്ങി. എന്നെ എടുത്ത് ജീവനും കൊണ്ട് അമ്മ അവിടെ നിന്ന് ഭയത്തോടെയാണ് രക്ഷപ്പെട്ടത്. അവർ നമ്മളെ പിടിച്ച് അങ്ങോട്ട് തന്നെ തിരിച്ചുകൊണ്ട് പോകുന്നുള്ള ഭയവും പിന്നെ ഉറ്റവരെ കാണാൻ പറ്റുമെന്നുള്ള അങ്ങനെ ആശയും പ്രതീക്ഷയൊക്കെ അവസാനിച്ച ആ യാത്ര ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നീട് ഞങ്ങൾ അറിഞ്ഞു അതൊരു വ്യാജ ആണെന്നും ആ ഡോക്ടറെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ മനസ്സിലായി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ആ ഡോക്ടറെ വണ്ടിയിടിച്ച് മരിച്ചു എന്നും അറിയാൻ സാധിച്ചു. ഇത്ര കഠിനമായൊരു യാത്ര പിന്നീട് ഉണ്ടായിട്ടില്ല. ഉണ്ടാവാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം.